ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +1 ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗം അത് ഡീറ്റെയിൽ വായിച്ച് സെറ്റാക്കുന്നതിനപ്പുറം ചുരുങ്ങിയ രൂപത്തിൽ അതിൻ്റെ സമ്മറി സെറ്റാക്കുക, ഓർമ്മയിൽ നിൽക്കാതെ 2 ചോദ്യങ്ങളും സെറ്റാക്കുന്ന ഈ വീഡിയോയിലേക്ക് മക്കൾക്ക് സ്വാഗതം. ലളിതാംബിക അന്തർജനം എഴുതിയ ഒരേ ഒരു നോവലാണ് അഗ്നിസാക്ഷി. ആ അഗ്നിസാക്ഷി എന്ന നോവലിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗം. അത്രയും നമുക്കറിയാലോ. ഒരേ സ്ത്രീ 3 പേരിൽ അറിയപ്പെട്ട 3 വേഷങ്ങളിൽ ജീവിക്കേണ്ടി വന്ന 3 പരിവേഷങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന ജീവിത കാലഘട്ടത്തെ നമ്പൂതിരി സമുദായത്തിനകത്തുണ്ടായിരുന്ന ജീർണതകളെ തുറന്നു കാട്ടിയ ഒരു നോവൽ കൂടിയായിരുന്നു അഗ്നിസാക്ഷി എന്നുള്ള നോവൽ, ലാത്തിയും വെടിയുണ്ടയും. ലളിതാംബിക അന്തർജനം 1909 മാർച്ച് 30 കൊല്ലം ജില്ലയിൽ കോട്ടവട്ടത്താണ് ജനിച്ചത്. കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകൾ, സീത മുതൽ സത്യവതി വരെ, ആത്മകഥയ്ക്കൊരാമുഖം, ഗോസായി പറഞ്ഞ കഥ, തേൻതുള്ളികൾ എന്നിവ പ്രധാന കൃതികളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ സമ്മാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1987 ഫെബ്രുവരി 6 അന്തരിക്കുകയും ചെയ്തു ലളിതാംബിക അന്തർജനം. പാഠസംഗ്രഹം: ലളിതാംബിക അന്തർജനം രചിച്ച പ്രശസ്തമായ നോവലാണ് അഗ്നിസാക്ഷി. ബ്രാഹ്മണ സമുദായത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. തേതിക്കുട്ടി എന്ന ഭാര്യയിൽ നിന്നും ആദ്യം തേതിക്കുട്ടി എന്ന ഭാര്യയിലേക്ക്, അതിൽ നിന്ന് ഏത് വേഷത്തിലേക്കാണ് പോകുന്നത്? തേതിക്കുട്ടി എന്ന ഭാര്യയിൽ നിന്നും ദേവി ബഹൻ എന്ന സ്വതന്ത്ര സമര സേനാനിയായും സുമിത്രാനന്ദ എന്ന സന്യാസിനിയായും മാറുന്ന ദേവകി മാനമ്പള്ളിയുടെ കഥയാണിത്. സെറ്റാക്കുക. തേതിക്കുട്ടി എന്ന ഭാര്യയായിരുന്നു ആദ്യം, പിന്നീട് അതുപേക്ഷിച്ച് ദേവി ബഹൻ എന്ന സ്വതന്ത്ര സമര സേനാനിയായി, അതിനുശേഷം സുമിത്രാനന്ദ എന്ന സന്യാസിനിയായി മാറുന്ന ദേവകി മാനമ്പള്ളിയുടെ കഥയാണ് അഗ്നിസാക്ഷി. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി ഒരു ആധുനിക വനിതയുടെ രൂപഭാവങ്ങളോടെ ജീവിച്ച തങ്കം നായരുടെ ഓർമ്മകളിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഒരു ഭാഗത്ത് സ്വതന്ത്ര സമരത്തിൻ്റെ ഭാഗമായ ദേവകി മാനമ്പള്ളി, മറുഭാഗത്ത് ഇതിലൊന്നും പങ്കെടുക്കാതെ ആഠ്യത്വത്തിൽ ജീവിച്ച തങ്കം നായർ. ആ തങ്കം നായരാണ് എന്ത് ചെയ്യുന്നത്? നോക്കിക്കാണുന്ന രൂപത്തിലാണ് ഈ കഥ നടക്കുന്നത്. കേരളീയ നവോത്ഥാന മുന്നേറ്റത്തിൽ സ്ത്രീ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ശക്തമായ നോവലാണ് അഗ്നിസാക്ഷി. അഗ്നിസാക്ഷിയിലെ 12ാം അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗം. 1920, 1940 കാലഘട്ടത്തിൽ കേരളം പൊതുവായും നമ്പൂതിരി സമുദായം വിശേഷിച്ചും കടന്നുപോയ സംഘർഷാവസ്ഥകളാണ് അഗ്നിസാക്ഷിക്ക് രൂപം നൽകിയത്. 1920-40 കാലഘട്ടത്തിൽ കേരളവും നമ്പൂതിരി സമുദായവും കടന്നുപോയ സംഘർഷാവസ്ഥകൾ. തേതിക്കുട്ടി, ദേവകി മാനമ്പള്ളി, ദേവി ബഹൻ എന്നിങ്ങനെ പല പേരുകളിലും നിലകളിലും എത്തിച്ചേരുന്ന നോവലിലെ നായികയുടെ ജീവിതം സഹന സമരങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. എങ്ങനെ? പുരോഗമന ചിന്താഗതിക്കാരനായ സഹോദരൻ ഉണ്ടായിട്ടും അന്ധവിശ്വാസം നിറഞ്ഞ പശ്ചാത്തലത്തിലേക്ക് വിവാഹിതയായിട്ട് അവരെന്ത് ചെയ്തു? പറഞ്ഞയച്ചു. അങ്ങനെ വിവാഹിതയായി എത്തിയപ്പോൾ തേതിക്കുണ്ടായ അസ്വാസ്ഥ്യങ്ങൾ, ഭർത്താവിൻ്റെ അവഗണന, സമുദായത്തിൻ്റെ വിലക്കുകൾ തുടങ്ങിയവ ക്രമേണ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിലേക്ക് ഉയരുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവേശഭരിതമായ ഒരു ഉജ്ജ്വല മുഹൂർത്തമാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന നോവൽ ഭാഗത്തുള്ളത്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലത്തെ വികാര നിർഭരമായ അനുഭവത്തിലൂടെ ദേവി ബഹനിലേക്ക് എത്തുന്ന ഓർമ്മകളാണ് പാഠം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വികാര നിർഭരമായ അനുഭവം ദേവി ബഹൻ എന്നിവരെ കുറിച്ച് ഓർക്കുകയാണ് ആര്? നേരത്തെ നമ്മൾ പറഞ്ഞ കഥാപാത്രം. സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം കൈമുതലായ നിരായുധരായ ജനങ്ങളും തോക്കും ലാത്തിയും കണ്ണീർവാതകവുമായി നരവേട്ടക്കിറങ്ങിയ പട്ടാളക്കാരും തമ്മിലുള്ള സംഘട്ടനം തെരുവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉയർന്ന ഫ്ലാറ്റിലിരുന്ന് ഈ സംഭവം നേരിട്ട് കാണുന്ന തങ്കം നായർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ ഫ്ലാറ്റിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? ഈ കാഴ്ച കാണുകയാണ് തങ്കം നായർ. അവരുടെ കാഴ്ചയിലൂടെയാണ് സമരത്തിൻ്റെ തീക്ഷ്ണത അവതരിപ്പിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരഭടന്മാരുടെ ത്രിവർണ്ണ പതാക ഏന്തിയുള്ള പ്രകടനം തങ്കം നായരുടെ ഫ്ലാറ്റിന് മുന്നിലെ ക്ലോക്ക് ടവറിന് സമീപമെത്തുന്നു. കുട്ടികളുടെ വിപ്ലവ സംഘമായ വീരവാനരസേനയും സ്ത്രീകളുടെ സംഘടനയായ നാരീ സേവാ സമിതിയും യുവാക്കളുടെ രക്തസാക്ഷി സംഘവും ചേർന്നുള്ള വലിയ ജനാവലിയെ പട്ടാളം തടഞ്ഞു.
ഇതിനിടയിൽ ഒരു ബാലൻ മണിമാളികയുടെ മുകളിലേക്ക് ത്രിവർണ്ണ പതാകയുമായി കയറി. രാജ്യത്തിൻ്റെ അഭിമാനം അവിടെ ഉയർത്താൻ അവന് സാധിച്ചുവെങ്കിലും പട്ടാളക്കാരുടെ വെടിയുണ്ടകൾ അവനെ വീഴ്ത്തി. രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളപ്പറവയെപ്പോലെ ആ വീരകുമാരൻ താഴെ വന്ന് വീണപ്പോൾ സേവാസമിതിയിലെ ഒരു യുവതി വന്ന് അവനെ എടുത്ത് മാറോടണച്ചു. പട്ടാളവുമായി ഏറെ നേരം ഏറ്റുമുട്ടി അവർ അവശയായിരുന്നെങ്കിലും കണ്ണുകളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ജ്വാലകളുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ, അവരുടെ നോട്ടം തങ്കനായർ പെട്ടെന്ന് തേതിയേടത്തിയിലേക്കും ദേവകി മാനമ്പള്ളിയിലേക്കും പിന്നെ ദേവി ബഹനിലേക്കും കൊണ്ടുപോകുന്നു. നാടൊന്നാകെ ദേശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരിനിറങ്ങുമ്പോൾ താൻ ഹീനയും ദുർബലയുമായ ഒന്നും ചെയ്യാനാവാത്തത്, ഇന്ത്യക്കാരിയാണെന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് തങ്കനായർ വ്യാകുലപ്പെടുന്നു. ദേവകി മാനമ്പള്ളിക്ക് തങ്കനായരിൽ നിന്നും മോചനമില്ലെന്നും ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് തങ്ങളെന്നും പുതിയ തലമുറക്ക് രണ്ട് അമ്മമാരുണ്ടെന്നും അവർക്ക് തോന്നുന്നു. ഒരാൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറിയത്, മറ്റാൾ അതിൽ നിന്നെല്ലാം മാറി സ്വാർത്ഥമായ ജീവിതം നയിച്ചവർ. സാമൂഹ്യ മാറ്റത്തിനായി നിസ്വാർത്ഥ സേവനമനുഷ്ഠിക്കുന്ന ത്യാഗിയായ അമ്മ ആര്? ദേവകി മാനമ്പള്ളി. ഒന്നിലും ഇടപെടാതെ വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന മറ്റൊരമ്മ ആര്? തങ്കനായർ. താൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് നല്ല മാതൃകയല്ലെന്ന് തങ്കനായർ ആത്മനിന്ദയോടെ ഓർക്കുന്നു. സെറ്റ്. ചോദ്യം നോക്കുക. വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയ പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടു കിടക്കുന്നു. ഈ വാക്യം ആ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥസാധ്യത വിശദമാക്കുക. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. അഗ്നിസാക്ഷി എന്ന നോവലിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കൽക്കത്ത നഗരത്തിലെ ഒരു തെരുവിനെ കുറിച്ചാണ് ഈ പരാമർശം. പട്ടാള നിയമം പ്രഖ്യാപിച്ചിരുന്നതിനാൽ ജനശൂന്യമായി കിടക്കുന്ന തെരുവാണ്. ബ്രിട്ടീഷ് ആധിപത്യവും അടിച്ചമർത്തലും ഇന്ത്യയെ എത്രത്തോളം ശ്വാസം മുട്ടിച്ചിരുന്നുവെന്ന് വായും മൂക്കും മൂടിക്കെട്ടി എന്ന പരാമർശം സൂചിപ്പിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഇല്ലാതെ സ്വന്തം നാട്ടിൽ അടിമകളായി ജീവിക്കുന്ന ഇന്ത്യൻ ജനതയുടെ പിടച്ചിൽ ഇവിടെ സൂചിതമാണ്. സെറ്റ്. ബന്ധിതമാണെങ്കിലും ഇന്ത്യയുടെ വൈപുല്യവും കരുത്തും പെരുമ്പാമ്പ് എന്ന സൂചകത്തിലുണ്ട്. ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു സമരത്തിൻ്റെ സൂചന നമുക്ക് ഈ വരിയിൽ കാണാം. സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി. സദൃശ്യ കൽപ്പനകൾ കൊണ്ട് കഥാസന്ദർഭത്തിന് കൈവരുന്ന സാധ്യത വിശകലനം ചെയ്യുക. മഹാഭാരത കഥയിൽ പത്മവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന് ദൗത്യം നിറവേറ്റാനായെങ്കിലും രക്ഷപ്പെടാനായില്ല. ബാലനായ അഭിമന്യു ശക്തരായ ശത്രുനിരയാൽ നിർമ്മിച്ച പത്മവ്യൂഹം ഭേദിച്ച് അകത്ത് കടന്നതുപോലെ ചുറ്റുമുള്ള പട്ടാളക്കാരുടെ കണ്ണുവെട്ടിച്ച് വീരകുമാരൻ ക്ലോക്ക് ടവറിന് മുകളിൽ കയറി ത്രിവർണ്ണ പതാക നാട്ടി പാറിച്ചു. അഭിമന്യു ശത്രുക്കളാൽ കൊല്ലപ്പെട്ടതുപോലെ ഒറ്റക്ക് കൊടിമരത്തിൽ കയറിയ ബാലനെ ബ്രിട്ടീഷ് പട്ടാളക്കാർ വെടിവെച്ച് വീഴ്ത്തി. രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളപ്പറവ പോലെ ആ വീരകുമാരൻ താഴെ വീണപ്പോൾ സേവാസമിതിയിലെ ഒരു യുവതി വന്ന് അവനെ എടുത്ത് മാറോടണച്ചു. അവനെ ഓർത്ത് യുവതിയുടെ മുഖത്ത് അഭിമാനവും സങ്കടവും നിറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൽ വീരമൃത്യു വരിച്ചവരുടെ ധീരത ഓർത്ത് അഭിമാനിക്കുകയും അവരുടെ വിധിയോർത്ത് കരയുകയുമാണ് ഭാരതാംബ. വീരകുമാരൻ്റെ ധീരത ഓർത്തുള്ള അഭിമാനവും ദുർവിധി ഓർത്തുള്ള ദുഃഖവും ഒരേ സമയം അനുഭവിക്കേണ്ടി വരുന്ന ആ യുവതിയുടെ അവസ്ഥയാണ് ഈ സന്ദർഭത്തിൽ ധ്വനിക്കുന്നത്. സെറ്റാണല്ലോ. പാഠഭാഗം വായിക്കുക, സമ്മറി സെറ്റാക്കുക, ചോദ്യോത്തരം സെറ്റാക്കുക. താങ്ക് യു.